ഹലോ ഗുഡ് മോർണിംഗ്. 5 മണിക്ക് എണീറ്റ് ഞാനാണ് 6:20 വരെ വെറുതെ കാണിച്ചു കൂട്ടി പോവാണ്. അപ്പം ഇന്ന് ഫസ്റ്റ് ഡേ ആണ് കേട്ടോ ട്രെയിനിങ്ങിൻ്റെ. റോഡിലാണെങ്കിൽ ആകെ ഫുള്ള് ബ്ലോക്ക്. ഈ ബാഗിൻ്റെ കഥ ഞാൻ പിന്നെ പറഞ്ഞാൽ അങ്ങനെ ബസ്സൊന്ന് കയറി. ഇന്നിപ്പോൾ ഈ സമയമില്ലാത്ത നേരത്ത് ബസ് സ്റ്റോപ്പ് സാധാരണ ഗൂഗിൾ മാപ്പിലും ഇവിടുത്തെ തലിഞ്ച് ആപ്പിലൊക്കെ നോക്കിയിട്ടാണ് പോകല്. അങ്ങനെ തന്നെ ഇന്നലും പോയത്. ഇനി ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ ലാസ്റ്റ് ബസ് സ്റ്റോപ്പിൽ നിന്ന് എന്താട്ടി ബോൾട്ട് ബുക്ക് ചെയ്ത് ബോൾട്ടിൽ കയറി പോവാണ്. അങ്ങനെ ഒരു വിധത്തിൽ അവിടെ എത്തി. ഇതാണ് ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നത് കെയർ ഹോമിനുള്ളിൽ കയറിയ ശേഷം പിന്നെ വീഡിയോസും എടുക്കാൻ പറ്റില്ല. അവിടുത്തെ പ്രൈവസി കാര്യങ്ങളും അവിടുത്തെ റെസിഡൻസിൻ്റെ പ്രൈവസിയും കാര്യങ്ങളുമാണ്. അപ്പോൾ എന്താണ് കെയർ ഹോം ചോദിക്കുന്നത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. എനിക്ക് അറിയുന്ന കാര്യങ്ങൾ തെറ്റുണ്ടാവും, സിമ്പിളായിട്ട് പറഞ്ഞുതരാം. കെയർ ഹോം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത വൃദ്ധസാധനം അത്രേ ഉള്ളൂ. വയസ്സായ ആൾക്കാരെ പരിചരിക്കാൻ വേണ്ടിയിട്ടുള്ള ഹോം. നമ്മുടെ അടുത്ത് വൃദ്ധസാധനങ്ങൾ കുറവാണ്. കാരണം കൂടുതലും പേരൻസിനെ എല്ലാവരും വീട്ടിൽ നോക്കുക ചെയ്യുക. ഇവിടെ പറഞ്ഞാൽ എല്ലാവരും വർക്കിന് പോകുന്നതുകൊണ്ട് എല്ലാവരും കെയർ ഹോമിലോ അല്ലെങ്കിൽ ഡേ കെയറിലൊക്കെ ആക്കിയിട്ടാണ് പോവുക. അതുപോലെ യൂറോപ്പിലൊരു കൾച്ചർ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ലോ അല്ലെങ്കിൽ നിയമം വെച്ചിട്ട് നമ്മുടെ പേരൻസിനെ, വയസ്സായ പേരൻസിനെ, മാതാപിതാക്കൾ ഒരിക്കലും വീട്ടിൽ തനിച്ചാക്കി പോകാൻ പാടില്ല. അങ്ങനെ 4 മണിയായപ്പോൾ ഷിഫ്റ്റ് ഞാൻ ഒപ്പിട്ട് വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വേഗം മണ്ടാണ്. എന്തിനാ അറിയോ, എനിക്ക് ഇവിടുന്ന് വേഗം ചാടിയാൽ മാത്രമേ ഇന്ന് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റുള്ളൂ. ഞാൻ ഡ്യൂട്ടിൻ്റെ വേഗം വീട്ടിൽ പോയി കുളിച്ച് മാറ്റി വേണം പോകാൻ. എനിക്ക് കുറച്ച് ആൾക്കാർ മെസ്സേജ് ചോദിച്ചിരുന്നു, ബ്രോ പാർട്ട് ടൈം കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ, ബ്രോക്ക് ഇപ്പോഴാണ് ജോലി കിട്ടുന്നത്. ഞാൻ വന്നിട്ട് 8 മാസമായി. വന്ന് 2ാമത്തെ ആഴ്ച മുതൽ ഞാൻ പണിക്ക് കയറിയതാണ്. അവിടെ ഞാൻ അത്യാവശ്യം മൊബൈൽസ് റിപ്പയർ ചെയ്യാനും സോഫ്റ്റ്വെയർ ചെയ്യാനൊക്കെ പഠിച്ചിരുന്നു. ഇന്റേൺഷിപ്പ് വരെ അവിടെ ലോങ് ലീവ് എടുത്ത് ഇറങ്ങിയതാണ്. ഞാൻ വേഗം വീട്ടിലെത്തി കുളിച്ച് മാറ്റി ഡ്യൂട്ടിക്ക് ഇറങ്ങി. അങ്ങനെ പാട്ടും ഡാൻസ് കളിച്ചു വന്നിട്ട് പോകാനുള്ള സമയമായി. ഇന്ന് രാവിലെ 5 മണിക്ക് ഇറങ്ങിയാണ്. ഇന്റേൺഷിപ്പ് ആയിട്ട് നേരെ എങ്ങോട്ടേനു 3 മണിക്കാണ് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ 2:30 ആയിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ, ചൗ ബൈ.